വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്യാനെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് പെല്ലറ്റ് ആക്രമണം നടത്തിയത് ഏത് വകുപ്പിൽ ആരോട് ചോദിച്ചിട്ടാണ്? സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് രാജ്യത്ത് സമൂഹവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം ആരെങ്കിലും നടത്തുന്ന സാഹചര്യത്തിൽ, അതും അതീവ ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ ഒക്കെയാണ്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട് അതിന് ന്യായമായ ഒരു ഉത്തരം നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ നാളുന്നവരെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടില്ല. അർദ്ധരാത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേവലം ഒരു തണുപ്പിക്കൽ മട്ട് മാത്രമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ 12 കൊല്ലവുമായി അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പൊട്ടൻ കളിപ്പിക്കുകയല്ലേ എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ കയറി 12 കൊല്ലമാകുമ്പോഴും ഈ രാജ്യത്തെ സാധാരണക്കാർ ഞെരിഞ്ഞമർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. പെല്ലറ്റ് ആക്രമണവും അതുപോലെ തന്നെ ആണി കുത്തിക്കയറ്റി ലാത്തി കൊണ്ടുള്ള ആക്രമണം, അതുവഴി വിദ്യാർത്ഥികളെ മാരകമായി മുറിവേൽപ്പിക്കുക, ഇത്തരത്തിലുള്ള ഏറ്റവും വൈകൃതമായിട്ടുള്ള അപരിഷ്കൃത നയങ്ങൾ ആര് പറഞ്ഞിട്ടാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്? ഡൽഹി പോലീസ് ആരുടെ കീഴിലാണ് എന്ന് ആർക്കും സംശയമൊന്നുമില്ല. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ്. ധർമ്മേന്ദ്ര പ്രധാനൊന്നും ഇവിടെ സമരം ചെയ്യുന്ന സമരാനുകൂലികൾക്ക് ഒരു വിഷയമേ അല്ല. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞാൽ പോകും. അടുത്തത് നിതിൻ ഗഡ്കരി, അത് കഴിഞ്ഞാൽ നിർമ്മല സീതാരാമൻ, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോവുകയാണ്. പക്ഷേ ഇതിനിടയിൽ ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് അമിത്ഷാ, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ. ഗുജറാത്ത് കലാപ കേസുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട് കൃത്യമായി പരാമർശിച്ച, അതല്ലെങ്കിൽ സഞ്ജീവ് ഭട്ട് അടക്കമുള്ളവർ ഏറ്റവും നഖശികാന്തം അന്വേഷണം വേണമെന്ന് പറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അമിത്ഷാ ജയിലിലേക്ക് പോകുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഈ രാജ്യം ഒട്ടാകെ അറിയാം. അമിത്ഷാ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇത്രയുമധികം സ്ഥാനമാനങ്ങൾ പിടിച്ചു കയറിയതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൊടുന്നനെയായിരുന്നു അമിത്ഷായുടെ വളർച്ച. അമിത്ഷാ ഇന്ത്യൻ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജൂനിയറാണ്. 60ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ സ്ഥാനമാനങ്ങൾ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അമിത്ഷാ ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള സമരപരിപാടികൾ അടുത്ത ഘട്ടത്തിൽ ആഹ്വാനം ചെയ്യാൻ CJP തയ്യാറാവുകയാണ്.